عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. وما توفيق إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദിക അല്ലത്തഖീലത്തി അദ്രിക്കനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ അതിൻ്റെ ആഴവും അതിൻ്റെ വലിപ്പവും, ചില സംഭവങ്ങളും ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് ബോധ്യപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ബോധ്യപ്പെടേണ്ടതുണ്ട്. അല്ലാഹു തആല പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ അത് വലിയൊരു പരീക്ഷണമായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഹിദായത്തിൻ്റെ വിഷയത്തിലുള്ള ഒരു കാര്യമാണെങ്കിൽ അത് ഏറ്റവും നമ്മൾ ഭയപ്പെടേണ്ടതുമാണ്. ഹിദായത്ത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. കാരണം ഹിദായത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം അത് വെറുതെ ആകല്ലേ. നമ്മൾ ആലോചിച്ച് നോക്കുക, ഹിദായത്തിൻ്റെ വലിപ്പം. ഈ ഒരു ദുന്യാവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് കുറഞ്ഞ കാലമാണ്. അതിന് സുഖമാവട്ടെ ദുഃഖമാവട്ടെ എന്തായാലും കുറച്ച് കാലമാണത് നാം അനുഭവിക്കേണ്ടത്, അല്ലെ ആസ്വദിക്കേണ്ടത്. പക്ഷേ ഒരു അനശ്വരമായ വിശാലമായ ഒരു ലോകം, ഒരു ജീവിതം വരാനുണ്ട്. അത് പരലോക ജീവിതമാണ്. അതിൽ സുഖവും സന്തോഷവും ലഭിക്കണമെങ്കിൽ ദുന്യാവിൽ ജീവിക്കുന്ന കാലത്ത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ഒരു നല്ല മരണം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പരലോക ജീവിതം സന്തോഷമാണ്. അതിന് ചില ത്യാഗങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും. ചില വിഷമങ്ങൾ നമ്മൾ മറക്കേണ്ടി വരും. ചില പ്രയാസങ്ങൾ നമ്മൾ ക്ഷമിക്കേണ്ടി വരും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ മദീനത്ത് ജീവിക്കുന്ന കാലത്ത് ഒരു സ്വഹാബി വര്യൻ്റെ ഒരു വിഷമം നബി തങ്ങളെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിച്ചു. എന്നും സുബഹി നിസ്കാരം കഴിഞ്ഞ് ദിക്ർ ദുആകൾക്ക് മുമ്പ് സലാം വീട്ടിയ ഉടനെ എഴുന്നേറ്റ് പോകുന്ന ആ സ്വഹാബിയോട് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ദിക്റും ദുആയൊന്നും ഇല്ലാതെ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ പോയിട്ട് വേണം, ഈ വസ്ത്രം കൂടെ ഉപയോഗിച്ച് വേണം എൻ്റെ ഭാര്യയ്ക്ക് നിസ്കരിക്കണമെങ്കിൽ, അതുകൊണ്ട് അതാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്കൊന്ന് സമ്പത്തുണ്ടാകാൻ അങ്ങ് ദുആ ചെയ്യണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, വേണ്ട, സമ്പത്തുണ്ടാകാൻ ദ്വാരക്കണ്ട, അത് നല്ലതാവില്ല. അതിന് ആ സമ്പത്തുണ്ടായാൽ അതിൻ്റെ ആ ഒരു നന്ദി കാണിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോളണം എന്നില്ല. അതുകൊണ്ട് സമ്പത്തുണ്ടാകാൻ ദ്വാരക്കണ്ട, ഉള്ളതിൽ ബർക്കത്തുണ്ടാവാൻ ദ്വാരക്കാം. അദ്ദേഹം പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലെ, എനിക്ക് ഒന്ന് ദ്വാരന്നാലും ലൈൻ റസക്കനി അല്ലാഹു മാല അള്ളാഹുവിൻ്റെ റസൂലെ, പല പ്രാവശ്യം ഇങ്ങനെ വന്നു പറഞ്ഞു അദ്ദേഹം, എനിക്ക് മുതൽ കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ എല്ലാ ഹക്കുകളും ഞാൻ പൂർത്തിയാക്കും. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വേണ്ട. കാരണം റസൂലുള്ളാഹിൻ്റെ ഒരവസ്ഥ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. നോക്ക്, ഞാൻ ഇന്നലെ ഉറങ്ങിയത്
ഈത്തപ്പനൻ്റെ മട്ടലിൻ്റെ മേലാണ്. ലൗ ശിഉതു അൻ തസീറ മഅൽ ജിബാൽ ദഹബ ലസാറത്ത്. എനിക്ക് ആ മല, ഞാനൊന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ മല സ്വർണ്ണമായിട്ട് വരും, എനിക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാം. ഞാനത് വേണ്ടാന്ന് വിചാരിച്ചിട്ടല്ലേ, എന്നിൽ എനിക്ക് മാതൃകയല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് ദ്വാരക്കണം തന്നെ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ദ്വാരുന്നു, അല്ലാഹുമ്മ അർസുഖ് സഅലബത മാല, സഅലബക്ക് മുതൽ കൊടുക്ക റബ്ബേ എന്ന് റസൂലുള്ള ദ്വാരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഇങ്ങനെ ദിനം പ്രതി അത് വർദ്ധിച്ചു വന്നു. മൃഗങ്ങളൊക്കെ, ആടുകളൊക്കെ പെറ്റുപെരുകി വലിയ ഒരു സമൂഹമായി, മലഞ്ചെരിവ് നിറയെ മൃഗങ്ങളായി അദ്ദേഹം വലിയ സമ്പത്തിൻ്റെ ഉടമയായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ അദ്ദേഹം എല്ലാ നിസ്കാരങ്ങൾക്കും പള്ളിയിൽ വരുന്ന ആളാണ്. പക്ഷേ നിസ്കാരങ്ങളിൽ നിന്നൊക്കെ ചില നിസ്കാരങ്ങൾക്ക് തന്നെ വരവ് കുറഞ്ഞു. പിന്നെ എല്ലാ നിസ്കാരങ്ങൾക്കും വരവ് കുറഞ്ഞു, ജുമുഅക്ക് മാത്രം വരലായി. പിന്നെ അതിൽ നിന്നും പിന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം അന്വേഷിച്ചു റസൂലുള്ളാഹി തങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞു, സഹാബത്ത് പറഞ്ഞു, നല്ല സമ്പത്തുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സക്കാത്ത് വാങ്ങാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞയച്ചു. കാരണം അവിടെ ഇസ്ലാമിക ഗവൺമെൻറ് ആയതുകൊണ്ട്, ഇസ്ലാമിക ഭരണമായതുകൊണ്ട് സക്കാത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് വാങ്ങാം. സക്കാത്ത് സ്വീകരിക്കുന്നതിന് തടസ്സമല്ല, സക്കാത്തിൻ്റെ ജോലിക്കാരുണ്ടാവും. നമ്മുടെ രാജ്യം അതല്ലാത്തതുകൊണ്ട് ഇവിടെ സക്കാത്തിൻ്റെ ജോലിക്കാരോ ആളുകളില്ല. നമ്മളെ സക്കാത്ത് മറ്റൊരാൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ വേറെ ആളെ വക്കീലിനെ ഏൽപ്പിക്കണം. ഇതാണ് നമ്മളിവിടുത്തെ രീതി. ഇവിടുത്തെ രാജ്യത്തിൻ്റെ ഭരണാധികാരിക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹം അതിൽ നിന്നൊക്കെ വലിയ താല്പര്യം കാണിച്ചില്ല. അപ്പോൾ റസൂലുള്ള പറയുന്ന അദ്ദേഹത്തിൻ്റെ സക്കാത്ത് വാങ്ങണ്ട, ദാലബാൻ്റെ കാര്യം, സക്കാത്ത് നമുക്കിനി ആവശ്യമില്ല. ഇത് പറഞ്ഞപ്പോൾ ഖുർആൻ ഇറങ്ങി. സൂറത്തു തൗബയുടെ 75-76 ആയത്തിറങ്ങി. വമിൻഹും മൻ ആഹദല്ലാഹ്, കപടവിശ്വാസികൾ ചില ആളുകളുണ്ട്. മൻ ആഹദല്ലാഹ്, അള്ളാഹുവിനോട് അവർ കരാറ് ചെയ്താൽ. എന്താണ് അവരുടെ കരാറ്? ലൈൻ ആതാനാ മിൻ ഫദ്ലി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് വരികയാണെങ്കിൽ ലനസ്വദ്ദഖന്ന വലനകൂനന്ന മിനസ് സ്വാലിഹീൻ, ഞങ്ങൾ സക്കാത്ത് കൊടുക്കാം, ഞങ്ങൾ നല്ല ആളാകാം. പക്ഷേ ഫലമ്മ ആതാഉം മിൻ ഫദ്ലി, അള്ളാഹുവിൻ്റെ ഔദാര്യം അവർക്ക് വന്നപ്പോൾ ബഖിലൂബി, അവർ പിശുക്ക് കാണിച്ചു. വതവല്ലൗ വഹും മുഅ്രിദൂൻ, അവർ തിരിഞ്ഞു കളഞ്ഞു, അള്ളാഹു അവരെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു. ഈ വചനങ്ങൾ ഇറങ്ങിയതിൻ്റെ ശേഷം പറയുന്നത് ഫഅഖബഹും നിഫാഖം ഫീ ഖുലൂബിഹിം ഇലാ യൗമി യൽഖൗനഹു ബിമാ അഖ്ലഫുല്ലാഹ മാ വഅദു വബിമാ കാനൂ യക്ദിബൂൻ. അള്ളാഹുവിനോട് അവർ കരാർ ലംഘനം നടത്തിയത് കൊണ്ട് അന്ത്യനാൾ വരെ അവരുടെ ഖൽബുകളിൽ കാപട്യത്തെ അള്ളാഹു ഇട്ടുകൊടുത്തിട്ടുണ്ട്. അലം യഅലമു അന്നല്ലാഹ യഅലമു സിർറഹും വനജ്വാഹും, അവർ മനസ്സിലാക്കണില്ലേ അള്ളാഹ്ക്ക് രഹസ്യം അറിയും പരസ്യം അറിയും. അന്നല്ലാഹ അലാമുൽ ഗുയൂബ്, അള്ളാഹു എല്ലാ അദൃശ്യങ്ങളെയും അറിയുന്ന, കൂടുതൽ അറിയുന്ന ആളാണ്, എല്ലാവരെക്കാളും അറിയുന്ന ആളാണെന്ന് ഈ വചനങ്ങൾ ഈ ഒരു ആളുടെ സംഭവത്തിൽ അവതരിച്ചതാണ്. ഇത് അവതരിച്ചപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടമായി എന്നാണ്. എൻ്റെ കാര്യത്തിൽ ഖുർആനായിട്ടിറങ്ങിയല്ലോ. സ്വഹാബത്തും അദ്ദേഹത്തോട് ഈ വിഷയത്തിൻ്റെ ഗൗരവം പറയുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. റസൂലുള്ളാഹിൻ്റെ അടുക്കൽ സക്കാത്ത് കൊടുത്തു, റസൂല വാങ്ങിയില്ല. റസൂല പറഞ്ഞു, നിൻ്റെ സക്കാത്ത് വാങ്ങണമെങ്കിൽ അള്ളാഹിൻ്റെ കൽപ്പന വരണം. റസൂല വഫാത്താകുമ്പോൾ അങ്ങനെ തന്നെ നിന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോഴും അദ്ദേഹം സക്കാത്ത് കൊടുത്തപ്പോഴും അദ്ദേഹം വാങ്ങിയില്ല. റസൂല വാങ്ങാത്ത സക്കാത്ത് എനിക്ക് വാങ്ങാൻ പറ്റൂല. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോഴും അദ്ദേഹം കൊടുത്തു, അദ്ദേഹം വാങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാങ്ങാത്ത സക്കാത്ത് എനിക്കും വാങ്ങാൻ കഴിയൂല. പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോഴും അദ്ദേഹം വന്നു, അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു
അവരൊന്നും വാങ്ങാത്ത സക്കാത്ത് എനിക്കും വാങ്ങാൻ പറ്റുകയില്ല എന്ന് അവർ പറഞ്ഞു എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമ്പത്ത് അള്ളാഹു തന്ന ഒരു വലിയ അനുഗ്രഹമാണ്. അത് ആ രൂപത്തിൽ തന്നെ നമ്മൾ കാണണം. അള്ളാഹുവിൻ്റെ പരീക്ഷണം അതിലൊക്കെ നമുക്ക് വരാം. നമ്മൾ ആരെയും ഇഷ്ടപ്പെട്ടത് കൊണ്ട് അള്ളാഹു സമ്പത്ത് തന്നതല്ല. അള്ളാഹു നമുക്ക് തരാൻ വിചാരിച്ചു, അത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടല്ല. നമുക്ക് സമ്പത്ത് തരാതിരുന്നതല്ല നമ്മളുടെ വെറുപ്പുകൊണ്ടും അല്ല, രണ്ടുമല്ല. അപ്പോൾ സമ്പത്ത് ലഭിച്ചവർ വിചാരിക്കേണ്ടത് എന്നോടുള്ള ഇഷ്ടം കാണിച്ചുകൊണ്ട് എനിക്ക് സമ്പത്ത് തന്നല്ല. സമ്പത്ത് കൊടുക്കാതെ പട്ടിണിയിലും പ്രയാസത്തിലുള്ള ആളുകൾ വിചാരിക്കേണ്ടത് എന്നോട് വെറുപ്പ് കാണിച്ചിട്ട് അള്ളാഹു സമ്പത്ത് തരാത്തതല്ല. എന്തേ അള്ളാഹു എനിക്ക് തരാത്തത്? എന്നോടുള്ള വെറുപ്പാണോ? അല്ല. അപ്പോൾ സമ്പത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വെറുപ്പോ തൃപ്തിയോ ഒന്നും ഇതിൻ്റെ മാനദണ്ഡമാക്കിയിട്ടില്ല. അത് ചില ആളുകൾക്ക് അള്ളാഹ് കൊടുക്കും. ദാലിക ഫദ്ലുല്ലാഹി യുതീ മൻ യശാ. അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആളുകൾ കൊടുക്കും. അത് എന്നിട്ട് അള്ളാഹു പരീക്ഷിക്കുകയും ചെയ്യും. ഇവിടെ സംഭവിച്ച അതാണ്. ഈ ആളുടെ പേര് സഅലബത്ത് എന്നാണ്. അദ്ദേഹം സക്കാത്ത് വാങ്ങാതെ, ഖലീഫമാർ സക്കാത്ത് വാങ്ങാതെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലത്താണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നാണ്. അദ്ദേഹം അവിടെ വിശ്വാസികളിൽ പെട്ടു എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സമ്പത്തിൻ്റെ കാരണം കൊണ്ട് ഹിദായത്ത് നഷ്ടപ്പെടുകയും നിഫാഖിൻ്റെ ആളുകളായി മാറുകയും ചെയ്ത വലിയൊരു ചരിത്ര കഥയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതുകൊണ്ട് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. എല്ലാവരും ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് പ്രിയപ്പെട്ടവരെ. ഇതിൻ്റെ ആദ്യാവസാനം നിങ്ങൾ കേൾക്കണം. മുഴുവനായി കേട്ടുകൊണ്ട് നിങ്ങളുടെ ആളുകളിലേക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ അത് ഷെയർ ചെയ്ത് നിങ്ങളിതിനെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.